നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്വേഷണം ആഴത്തിലുള്ളതാകുമ്പോൾ കണ്ടെത്തുന്ന തെളിവുകളും വളരെ ഞെട്ടിക്കുന്നതാണ്. കൂടുതൽ ഭീകരർ അറസ്റ്റിലാകുമ്പോൾ അവരെ ചോദ്യം ചെയ്യലിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോൺ പരിശോധനയിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം മാത്രമല്ല ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള വൻ സ്ഫോടനങ്ങളാണ് ഈ കൊടും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഭീകരർ ഒടുവിൽ ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ നടത്തിയതിന് സമാനമായ ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. 2023 ഒക്ടോബർ 7-ന് എന്താണ് ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ലോകത്തിനറിയാം. അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തും ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നത്. ഒരേ സമയം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനായിരുന്നു ലക്ഷ്യം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊരു മറ്റൊരു കാര്യം. കാരണം നമ്മുടെ ഇന്റലിജൻസ് അത്രയും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറു റോക്കറ്റുകൾ നിർമ്മിക്കാനും ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് വളരെ നടുക്കുന്ന വിവരം. ഇതിനിടെയാണ് വൈറ്റ് കോളർ ഭീകരത ജമ്മു കാശ്മീരിൽ പോലീസ് തിരിച്ചറിയുന്നത്. കൃത്യമായിട്ട് ആ ചെറിയൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചെറിയ തിരിച്ചറിവിൽ നിന്ന് ഇതോടെ എല്ലാം പൊളിഞ്ഞു. ഭീകരരുടെ ഈ വലിയ പദ്ധതികളെല്ലാം തന്നെ പൊളിച്ചതും ഇതുതന്നെയാണ്. വിദേശത്തും ഗൂഢാലോചന നടന്നു എന്നുള്ളത് സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ചാവേർ ആക്രമണം നടത്തിയ ഉമർ ഉൻ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ ഭീകരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ലക്ഷ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ഡ്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശി കാസിൻ ബിലാൻ വാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഈ ഭീകരരുടെ ഈ ഒരു ശൃംഖല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഓരോരുത്തരായിട്ട് പിടിയിലാകുന്നുണ്ട്. ഇതിനിടയിലാണ് കശ്മീർ സ്വദേശിയായിട്ടുള്ള ഇയാളും പിടിയിലാകുന്നത്. ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇവരുടെ മറ്റുള്ള പദ്ധതികൾ, നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന മറ്റുള്ള ഗൂഢാലോചനയെ കുറിച്ചിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഭീകരാക്രമണം നടത്താൻ ഉമർ ലക്ഷ്യമിട്ടിരുന്നതായും ഇതിനുള്ള സാങ്കേതിക സഹായം പിടിയിലായ കശ്മീർ സ്വദേശിയിൽ നിന്നും ഉമറിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാസിഗുഡ് സ്വദേശിയായ പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മുഖ്യപ്രതി എന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഈ പറയുന്ന ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നതായാണ് വിവരം. ചാവേർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തിയും റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഡാനിഷ് ഭീകരാക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 3 ദിവസം മുമ്പ് ഇയാളെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഡൽഹി പോലീസ്, ജമ്മു കാശ്മീർ പോലീസ്, ഹരിയാന പോലീസ്, ഉത്തർപ്രദേശ് പോലീസ്, മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിപ്പിച്ച് പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നത്. ആസൂത്രണം, സാധന സാമഗ്രികൾ എത്തിക്കൽ, ഫണ്ടിംഗ് എന്നിവ ഉൾപ്പെടെ ആക്രമണത്തിന് പിന്നിലെ വലിയ ശൃംഖലയെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനിടെ തിരിച്ചടിയുടെ സൂചനകൾ ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ പാക് ബന്ധത്തിന് വ്യക്തമായ തെളിവ് ഉറപ്പിച്ചാൽ ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുവരെ ലഭിച്ച തെളിവുകളിലൂടെ ബന്ധം വ്യക്തമാണ്. ഈ തെളിവുകൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിക്കുകയാണ്. ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരേ രീതിയിൽ മറുപടി നൽകുമെന്നും ഏതൊരു ഭീകര പ്രവർത്തനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിട്ടുണ്ട്. പുരോഗതിയും വികസനവുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അവിടെ ഭീകരർക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് ഇന്ത്യ അംഗീകരിക്കാനും പോകുന്നില്ല. അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടും ദ്വിവേദി ആവർത്തിച്ചു. ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുൻപോട്ട് പോകില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. സമാധാനപരമായ പ്രക്രിയ ഇന്ത്യ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നു. ഒന്നിനെയും ഭയപ്പെടാത്ത തരത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പുതിയ രീതി പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉയർത്താം.
പാകിസ്ഥാന്റെ ആണവ നിലപാടുകളെ ഇന്ത്യ യാതൊരു തരത്തിലും ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പാകിസ്ഥാനുള്ള സൂചനയാണ്. ചെങ്കോട്ടയിലെ ഭീകരതയ്ക്ക് പിന്നിലുള്ളവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തുർക്കിയിലും മാലിദ്വീപിലും ദുബായിലുമെല്ലാം തന്നെ ഇന്ത്യയെ ഇത്തരത്തിൽ എങ്ങനെ തകർക്കാമെന്നുള്ള ഗൂഢാലോചനകൾ ഈ ഭീകരർ നടത്തിയിട്ടുണ്ട്. ജാസിർ ബിലാൻ വാനി എന്ന ഡാനിഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ആയുധങ്ങളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് ഭീകരർക്ക് വേണ്ടി ഡ്രോണുകൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചിരുന്നു. റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചതിനും NIA തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡാനിഷാണ് ഭീകരർക്ക് ഇതിനായി സാങ്കേതിക സഹായം നൽകിയിരുന്നത്. ജമ്മു കാശ്മീർ സ്വദേശിയായ ഡാനിഷിനെ ശ്രീനഗറിൽ നിന്നാണ് പിടികൂടിയത്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി സഞ്ചരിച്ചത് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ സുരക്ഷാ മേഖലകളിലൂടെയാണ്. 1300ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡൽഹിക്കുള്ളിൽ ഉമർ സഞ്ചരിച്ച വഴികൾ പോലീസ് കണ്ടെത്തിയത്. വലിയ ഇന്റലിജൻസ് പിഴവുണ്ടായതിന് തെളിവാണ് ഇത്. ഇന്ത്യ ഗേറ്റ്, റെയിൽ ഭവൻ, കർത്തവ്യപഥ്, ലോധി റോഡ്, ബാരഗംബ റോഡ് തുടങ്ങിയ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായ മേഖലയിലൂടെയാണ് ഉമർ സ്ഫോടക വസ്തുക്കളുമായി കാറിൽ സഞ്ചരിച്ചത്. എന്നാൽ ഡൽഹിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം ഒരിടത്തും ഉമറിന്റെ കാർ പോലീസ് പരിശോധന നേരിട്ടിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ച് ഡൽഹി പോലീസിന് ആരും സൂചന നൽകിയില്ല. എന്നാൽ IB അടക്കമുള്ളവർക്ക് ഇത് അറിയുകയും ചെയ്യുമായിരുന്നു. ഇത്തരം വീഴ്ച ഒഴിവാക്കാമായിരുന്നെങ്കിലും ചെങ്കോട്ട ദുരന്തം ഒഴിവാകുമായിരുന്നു. ഡൽഹിയിൽ വളരെ തിരക്കേറിയ നിസാമുദ്ദീൻ അക്ബർ റോഡ്, സഫ്ദർജംഗ് ആശുപത്രി, കൊണാട്ട് പ്ലേസ്, രാംലീല മൈതാൻ, ഡൽഹി ഗേറ്റ്, ദരിയാഗഞ്ച് പോലീസ് സ്റ്റേഷൻ എന്നിവ കടന്നാണ് ഉമർ റെഡ് ഫോർട്ടിൽ എത്തുന്നത്. സ്ഫോടനം നടന്ന ദിവസം രാവിലെ ബദൽപൂർ ബോർഡർ വഴി ഉമർ കാറുമായി ഡൽഹിയിൽ പ്രവേശിച്ചു. രാവിലെ 9:17നും 9:48നും ഇടയിൽ നിസാമുദ്ദീൻ, ഇന്ത്യ ഗേറ്റ്, അക്ബർ റോഡ്, റെയിൽ ഭവൻ, കർത്തവ്യപഥ്, ലോധി റോഡ്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ എന്നിവയുൾപ്പെടെ ഡൽഹിയുടെ ഹൃദയഭാഗത്തുകൂടി കാർ കടന്നുപോയി. ഇടയ്ക്ക് വസീർപൂരിലെ ഒരു ചായക്കടയിൽ കാർ നിർത്തിയതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് കാർ ഉച്ചയ്ക്ക് 2:04 കൊണാട്ട് പ്ലേസ് ഔട്ടർ സർക്കിളും 2:10 ബാരഗംബ റോഡും കടന്ന് 2:17 രാംലീല മൈതാനിയിലെത്തി. തുടർന്ന് 3:30 ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്തു. 6:23 പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ കാർ പതുക്കെ നീങ്ങി 6:52 പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിനിടെ ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ഷൂ ബോംബർ ആയിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത പുതിയ ഫോറൻസിക് ഭൗതിക തെളിവുകൾ ഡോക്ടർ ഉമറിന്റെ I-20 കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തു. വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിനടിയിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഷൂ കണ്ടെടുത്തത്. അതിനുള്ളിൽ നിന്ന് ലോഹം പോലെയുള്ള ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചത് ഈ വസ്തുവാണെന്നാണ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്.